ഹലോ ഫ്രണ്ട്സ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഫുഡ് നല്ല ഹെൽത്തി ഫുഡായിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏത് പ്രായക്കാരിലായാലും. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇവിടെ മുംബൈയിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരു ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയധികം ക്ലിയർ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ക്യാമറ അത്ര ക്വാളിറ്റി ഉള്ളതൊന്നും അല്ല കേട്ടോ. അപ്പോൾ മീൻ മാർക്കറ്റിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രോളിങ്ങും പിന്നെ ശ്രാവണ മാസമൊക്കെ ആയതുകൊണ്ട് മീനൊക്കെ കുറച്ച് കുറവാണ്. എന്നാലും ഉള്ള മീനൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള മീനായിരുന്നു കേട്ടോ. ഇതാ പല ടൈപ്പിലുള്ള മീനുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്കൊക്കെ ഇതിൽ ഏതൊക്കെ മീനൊക്കെ പരിചയമാണ്, എന്തെങ്കിലും പേരൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിങ്ങനെ കോമൺ ആയിട്ടുള്ള നമ്മുടെ അയല, മത്തി, ആവോലി, അയക്കൂറ, ഞണ്ട്, കൊഞ്ച്, മാന്തൽ, നമ്മുടെ നാട്ടിലൊക്കെ നങ്ക് എന്ന് പറയും കേട്ടോ മാന്തലിന്. ഇവിടെ മാന്താന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയാം. പിന്നെ ഇങ്ങനത്തെ പേരുകൾ മാത്രമേ എനിക്ക് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. ബാക്കി കുറേ മീനുകളൊന്നും നമുക്ക് അങ്ങനെ പേരറിയാത്ത മീനുകളാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള മീനും ഉണ്ട്. പിന്നെ ഇവിടെ മാത്രം കിട്ടുന്ന, ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള കുറച്ച് മീനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ പാപ്ലേറ്റ്, അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ ഫിഷ് ഇല്ലേ, ഇതൊന്നും ഞാൻ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിനിവിടെ മാന്തലി എന്നാണ് പറയുക. പിന്നെ ബാക്കിയൊക്കെ ആവോലി, അയക്കൂറൊക്കെയാണ്. ഈ ഒരു വൈറ്റ് മീനാണ് ഇവിടെ പാപ്ലേറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് ആ മീൻ. പിന്നെ ചെമ്മീനൊക്കെ പല ടൈപ്പ് ഉണ്ട്. അതുപോലെ ഈ ചുവന്ന ചെമ്മീനൊക്കെ അല്ലേ, ഇത് നമ്മൾ ഏത് മീനായാലും വാങ്ങിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊക്കെ തരും കേട്ടോ. അതൊരു വലിയ സൗകര്യമാണ്. പിന്നെ എന്താ പറയുക, ഇതാ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് അല്ലേ. അപ്പോൾ ഇവർ ഇവിടുന്ന് ഇങ്ങനെ ഓടൊക്കെ കളഞ്ഞു തരും കേട്ടോ. എന്തൊക്കെയോ ലക്ഷ്യം വെച്ച് ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൂച്ചക്കുട്ടനെ ഞാനവിടെ കണ്ടിരുന്നു കേട്ടോ. അതിനെ അവർ പിടിക്കുകയും ചെയ്തു ഒരു മീനെടുത്ത സമയത്ത്. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുള്ള മീനാന്നേ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവിടുന്ന് മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയിട്ട് നല്ല ചൂട് സ്നാക്സ് കഴിച്ചു കേട്ടോ. ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിവടയില്ലേ, ഉള്ളിവട ഇതുപോലെ പാവിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. അതിൽ കോൺഫ്ലക്സും അതുപോലെ തന്നെ എന്താണ് ഉള്ളിയും അതുപോലെ കുറേ ചട്നികളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൊട്ടാറ്റോ ബജിയാണ്. അതും ഇതുപോലെ ചട്നിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് തരാറുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നല്ല ഫ്രൈ ചെയ്ത പച്ചമുളകൊക്കെ കിട്ടുമേ. അതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അതും നല്ല ചൂട് ക്രിസ്പി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതുപോലെ പച്ചമുളക് ഫ്രൈ ചെയ്തതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ നല്ല എരിയും അതുപോലെ തന്നെ നല്ല ഫ്രൈയും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.